ബ്രോഡ് പൊളിറ്റിക്കൽ പിക്ചർ അതായിരിക്കുമ്പോൾ ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ ഈ പറഞ്ഞ സവർണ ക്രിസ്ത്യാനി കേരള കോൺഗ്രസിന്റെ സപ്പോർട്ട് അവര് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ BJPക്കോ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടോ? ഇല്ല, BJPക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഈ അടുത്ത ഇതുവരെ. ഈ FCRA വരുന്നതിന് മുമ്പ് വരെ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്യാനുള്ള സകല സാധ്യതയും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ മോഡൽ ആവർത്തിക്കുന്നതിനുള്ള സകല സാധ്യതയും ഉണ്ടായിരുന്നു. അതിലെന്താണ്, അത് സംശയം എന്താണ്? അതിനുശേഷമാണ് നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കുറവ് കൊണ്ടോ RSS ഈ നീക്കവുമായി ഇറങ്ങി. കാരണം ഇന്ത്യ ആകെ നോക്കിയാൽ വളരെ ചെറിയ ശതമാനം ക്രിസ്ത്യാനികളെ ഉള്ളൂ. പണം വരുന്നത് അവർക്കറിയാം പുറത്തു നിന്നാണെന്ന്. അപ്പോൾ അവർക്ക് ആകെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ മാത്രമേ RSS BJPക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അവരുടെ രാഷ്ട്രീയത്തിൽ. അതിൽ ആ തെരഞ്ഞെടുപ്പിൽ അടുത്ത സെഷനിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ മേടിച്ച് വേണമെങ്കിൽ BJPക്ക് കൂടുതൽ ഒരു സുഖകരമായ അവസ്ഥ. എന്തുകൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടെ, എന്തുകൊണ്ടാണ് അത്? ഭീമാബദ്ധമാണോ അതോ അഹന്തയാണോ? ഞങ്ങൾ ഇത് കൊണ്ടുവരും, കേരളത്തിലെ ക്രിസ്ത്യൻ സഭയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ എന്നുള്ള അഹന്തയാണോ? തികച്ചും ഫാസിസ്റ്റ് അഹന്ത അല്ലെങ്കിൽ ഫാസിസ്റ്റ്? രണ്ടുമല്ല. അത് അത്രയും ഇമ്പോർട്ടൻസ് ഇവിടെ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ കൊടുക്കുന്നുള്ളൂ. അതാണ് അതിന്റെ അതാണല്ലോ. പക്ഷെ BJPക്ക് കേരളത്തിലേക്ക് കടന്നു വരാൻ മുസ്ലിം വാതിലില്ല. കേരളത്തിലേക്ക് കടന്നു വരാൻ 30% വോട്ടിലേക്ക് നീങ്ങാൻ ആകെയുള്ള വഴി കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികളിൽ കൂടിയേ ഉള്ളൂ. അതിനവർ സന്നദ്ധമാണ്. പിന്നെ എന്തിനാണ് ജോസ് കെ മാണിയുടെ അടുത്തും ഔസേപ്പച്ചനും മാണിസാറും രണ്ട് പ്രധാന വ്യക്തികളായിരുന്നു. മാണിസാറ് പോയി, ഔസേപ്പച്ചന് സുഖമില്ല. അവർ മാണിയുടെ മകൻ മാണിക്ക് തുല്യമല്ല. എനിക്ക് മാണിസാറുമായിട്ട് നീണ്ട വർഷം അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തി, അദ്ദേഹത്തിന്റെ കൗശലം, അതുപോലെ ഔസേപ്പച്ചന്റെ സൗകുമാര്യം, സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി, അത് അപ്പുവിനില്ല. അപ്പൊ ഇവർക്ക് നേതൃത്വവുമില്ല. ഇവരുടെ കാലഹരണപ്പെടുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ രണ്ട് കഷ്ണങ്ങളാണ് ഈ കേരള കോൺഗ്രസ്. മാണിയും ജോസഫും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് തീർച്ചയായിട്ടും ഇതിപ്പോ CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ക്ഷീണം ഏറ്റവും ബാധിക്കുന്നത് CPM-നെ അല്ല, LDF-ന് ബാധിക്കുന്ന ക്ഷീണം ബാധിക്കുന്നത് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് മാണിയെ ആയിരിക്കും. കാരണം അവിടെ BJP, മാണിയും ജോസഫും മത്സരിക്കുന്ന ഇടങ്ങളിൽ BJP ഫാക്ടറേ അല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ LDF-നെ കാത്തിരിക്കുന്ന തിരിച്ചടിയുടെ വലിയ രക്തസാക്ഷി മാണിയുടെ പാർട്ടിയുമായിരിക്കും, ജോസ് കെ മാണിയുടെ പാർട്ടിയായിരിക്കും. അപ്പൊ ഒരു ചോദ്യം അവശേഷിക്കുന്നു സാർ. ഈ താങ്കൾ പറഞ്ഞ ഇവരുടെ സപ്പോർട്ടേഴ്സ് ഇതുവരെ കേരള കോൺഗ്രസിനെ ആണയിട്ടിരുന്ന പാലക്കാരും കോട്ടയം ഇടുക്കി ജില്ലക്കാരും എവിടെയൊക്കെ ചേക്കേറും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കോൺഗ്രസിലാണോ അതോ ഇടതുപക്ഷത്തിലാണോ അതോ BJPയിൽ? ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് BJPയിലേക്ക് ചേരുന്നില്ല. എനിക്ക് തോന്നുന്നത് താങ്കൾ ചോദിച്ചതാണ്, എവിടേക്കാണ് ഇവർ പോകാൻ പോകുന്നത്? അല്ലെ, ഇവർ തകർന്നാൽ ഇവർ പുതിയ ഇനി പിളർന്ന് കേരള കോൺഗ്രസ് ഒന്നും ഉണ്ടാക്കാനുള്ള ശേഷിയും ശേമൂഷിയും ഈ വിഭാഗത്തിനില്ല. അപ്പൊ അതുകൊണ്ട് എവിടേക്ക് പോകുന്നത് താങ്കൾ ചോദിച്ചു വളരെ പ്രധാനം. ഇപ്പോൾ തന്നെ കഴിഞ്ഞല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മാണി കോൺഗ്രസിൽ നിന്നും ജോസഫ് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട, ഒരു ചെറിയ വിഭാഗം BJPയിലേക്ക് പോയേക്കാം. ഈ കുര്യനെ പോലെയും മറ്റുമുള്ള എന്തെങ്കിലും അടിയന്തരമായി കാര്യങ്ങൾ എന്തെങ്കിലും നടത്തുന്നതിനോ സ്ഥാനങ്ങൾ കിട്ടുന്നതിനോ അല്ലെങ്കിൽ ആശയപരമായി RSSനോടുള്ള താല്പര്യമുള്ള സവർണ മനസ്സുള്ള ക്രിസ്ത്യാനികൾ കുറെ പേർ BJPയിലേക്ക് പോയേക്കാം. അത് വേറെ. പക്ഷെ അധികം പേരും അവർ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് കോൺഗ്രസ് ശക്തിപ്പെടുന്നത് ജോസ് കെ മാണിയുടെ ചിലവിലാണ്. ഇടുക്കിയിൽ കോൺഗ്രസ് ശക്തിപ്പെടുന്നത് ഔസേപ്പച്ചന്റെ കേരള കോൺഗ്രസിന്റെ ചിലവിലാണ്. ഇപ്പൊ ഇടുക്കി തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയി കണ്ടുപിടിക്കും. ഇവർ അതിവേഗം ഇപ്പോഴത്തെ നമ്മുടെ ഗണേഷ് കുമാറിന്റെയും ആന്റണി രാജുവിന്റെയും പോലുള്ള കൊച്ചു പാർട്ടികളുടെ ഇവർക്ക് രണ്ടുപേർക്കും കൂടി 7 സീറ്റാണ് നിയമസഭയിലുള്ളത്. അതിൽ കുറയുമെന്നാണ് ഞാൻ പ്രവചിക്കുന്നത്. ആ 7 സീറ്റിൽ പോലും ഉണ്ടാവാൻ വഴിയില്ല. ഒരു 3
4 സീറ്റിലായിരിക്കും ഈ 2 കേരള കോൺഗ്രസുകൾ കൂടിയുള്ള അംഗത്വം. ഇത് നമ്മൾ എന്തെങ്കിലും ഇതിന് പറയുന്നില്ല. ഇതാണ് അന്തർധാര, യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ അന്തർധാര. കേരളത്തിലെ മലയാളം പത്രങ്ങൾക്ക് വാ തുറക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൊള്ളും. പലരെയും പ്രീതി മനോരമയ്ക്ക് പറയാൻ കഴിയുകയില്ല, മാധ്യമത്തിന് പറയാൻ കഴിയുകയില്ല, മാതൃഭൂമിക്ക് ഒട്ടും പറയാൻ കഴിയുകയില്ല. അതും ഈ അവിയൽ രാഷ്ട്രീയവുമായിട്ട്. അപ്പൊ ഇതാണ് അന്തർധാര കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ രാഷ്ട്രീയം. അത് BJPയുടെ വരവോടുകൂടി വളരെ വ്യക്തമായിരിക്കുന്നു. ഇത് കേരള കോൺഗ്രസുകളുടെ അസ്തമനത്തിന്റെ, പോക്കുവെയിലിന്റെ തിരഞ്ഞെടുപ്പാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞ കാലഘട്ടത്തിന്റെ ദേശീയമായും പ്രൊവിൻഷ്യൽ ആയിട്ടുമുള്ള ഒരു 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 ഡിമാൻഡും കൂടെയാണ് ഇങ്ങനെയുള്ള ഒരു കേരള കോൺഗ്രസിന്റെ അധപതനം അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചെറിയ പാർട്ടികൾക്ക് ഒരു സ്ഥാനവും ഈ BJPയുടെയും കോൺഗ്രസിന്റെയും ഇടയ്ക്ക് തന്നെ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പ്രധാനമാണ് ചെറിയാച്ചൻ. കാരണം ഈ എന്തിനാണ് AK ശശീന്ദ്രനെയും ഈ CPM ശോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എലത്തൂരും കണ്ണൂരും എന്തിനാണ് ഈ AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമേന്ദ്രനും അവർ കൊടുക്കുക? പൊതുവെ ശേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ അവരുടെ പാർട്ടി ഉണ്ടാക്കിക്കൊള്ളി. ഇവരെ കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? അപ്പൊ അതുകൊണ്ട് കേരളത്തില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന RSSന്റെ അധികാര പ്രവേശത്തോടു കൂടിയും പിണറായി സർക്കാരിനുള്ള ഒരു താങ്കൾ തന്നെ പറഞ്ഞ വളരെ മനോഹരമായ വിപരീത തരംഗത്തിൽ ഇതിൽ 2 കേരള കോൺഗ്രസുകളും മുങ്ങാൻ പോവുകയാണ്. അത് എന്റെ അഭിപ്രായത്തിൽ ശുഭോദർക്കമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു തെലുഗു പ്രാദേശിക കക്ഷിയുടെ അപ്രമാദിത്വമോ അല്ലെങ്കിൽ അവരുടെ വിലപേശലോ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെ പോലെയുള്ള ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ നല്ല കാര്യമാണ്. മാത്രമല്ല സർ, ഇതിനകത്ത് ഒരു സംഗതി കൂടെ ഞാൻ കാണുന്നത്, കർഷകർക്ക് എന്ന പേരിൽ കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ കാട് കൈയേറുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് കേരള കോൺഗ്രസിനെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് കേരളത്തിലെ പരിസ്ഥിതിയെ ആകെ തകർക്കുന്ന പരിപാടികൾക്ക്, അല്ലെങ്കിൽ അതിനെ ഇപ്പം ഗാഡ്ഗിലിൻ്റെ കാര്യമാണെങ്കിലും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന ഈ കേരള കോൺഗ്രസ്സുകാരാണ്. അതായത് നമുക്ക് നേരിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പരിസ്ഥിതി ചർച്ചയ്ക്ക് പോലും അനുവദിക്കാത്ത രീതിയിലുള്ള കുത്തിത്തിരിപ്പുകൾ നമ്മൾ കണ്ടതാണ്. PT തോമസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് PT തോമസ് വളരെ ശാസ്ത്രീയമായ ഒരു തീരുമാനമെടുത്തു. അതിന് അദ്ദേഹം കൊടുത്ത വില അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടാണ്. ഇത് താങ്കൾ പറയുന്നത് ശരിയാണ്. കാരണം ഈ കേരള കോൺഗ്രസുകളുടെ അടിത്തറ, സാമൂഹ്യ അടിത്തറ കുടിയേറ്റ വനമേഖല കയ്യേറി വന്ന കർഷകരുടേത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ സംശയം ഉണ്ടായിട്ടല്ല. അതുപോലെ താങ്കൾ പറഞ്ഞത് മാത്രമല്ല, ആദിവാസികളുടെ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച ഒരു തലമുറയുടെ പിന്തുടരക്കാർ തന്നെയാണ് കുടിയേറ്റ കർഷകർ. പക്ഷെ അത് ഒരു 3 തലമുറയ്ക്ക് മുമ്പ് നടന്ന ഒരു തെറ്റോ അല്ലെങ്കിൽ നിവർത്തിക്കേടോ ആണ്. അതുകൊണ്ട് ഞാൻ ആ കർഷകരെ അവരുടെ മുഴുവൻ ക്രൂരന്മാരായിട്ടും അവരുടെ താല്പര്യം മുഴുവൻ സാമൂഹ്യ വിരുദ്ധമാണെന്ന് ഒരിക്കലും പറയുകയില്ല. കുടിയേറ്റ കർഷകരുടെ വിയർപ്പും അധ്വാനവും കൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്ലാന്റേഷൻ എക്കോണമി വന്നിട്ടുള്ളത്. കേരളത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പള്ളികൾ വന്നിട്ടുള്ളത്, പള്ളിക്കൂടങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് താങ്കളെ പോലെ ഒരു വെറും പരിസ്ഥിതിവാദിയുടെ വിമർശനം അല്ലെങ്കിൽ വെറും ഒരു ആദിവാസി ആക്ടിവിസ്റ്റിന്റെ മനസ്സാക്ഷിയോട് കൂടി ഞാൻ അതിനെ കാണുന്നില്ല. അവർ കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയാണ്, സാമൂഹ്യ ശക്തിയാണ്. അവരെ വേണ്ട വിധത്തിൽ, അവരെ ഇനി അങ്ങോട്ടുള്ള കടന്നാക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വണ്ണമുള്ള ഒരു സാമ്പത്തിക ഇത്, കാടും മൃഗങ്ങളും തമ്മിലുള്ള, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംരക്ഷണം കേരളത്തിലെ വലിയ ഇഷ്യൂ ആണ്. അതെങ്ങനെ പരിഹരിക്കാൻ? ശാസ്ത്രീയവും അതേസമയം ജനങ്ങളുടെ ഉപജീവനത്തിനും ദോഷമില്ലാതെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് തീവ്രവാദ രാഷ്ട്രീയങ്ങളെക്കാൾ. അതായത് താങ്കൾ പറയുന്ന പോലെ എല്ലാം കുടിയേറ്റ കർഷകർക്ക്. ഞാൻ തീവ്രവാദമല്ല പറഞ്ഞത് സർ, ഒരു പോസിറ്റീവ് പരിസ്ഥിതിയെ കുറിച്ച് ഒരു പോസിറ്റീവ് ഡിസ്കഷൻ. അതാണ് പ്രശ്നം. ഒരു പോസിറ്റീവ് ഡിസ്കഷൻ. ഞാൻ താങ്കളുടെ ആശങ്ക പൂർണ്ണമായി പങ്കുവെക്കുന്നു. തീർച്ചയായും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെടുത്ത സമീപനം തെറ്റായിരുന്നു. അത് വളരെ കൃത്യമാണ്. പക്ഷേ ഇനി നമ്മൾ ഒരു
ഗിവൺ ഒരു ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ കുടിയേറ്റ കർഷകരെ മുഴുവൻ വെറും എന്താ പറയുക ഒരു ദുരാഗ്രഹികളായി കാണിക്കുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരും എന്റെ കൂടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു. അതാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഒരു 2-3 തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാരുടെ അതിജീവനത്തിന്റെ ഭാഗം വരുന്നത് അത് സമ്മതിക്കുന്നത്. അത് പക്ഷെ അതൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആയിട്ട് മാറുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അല്ലാതെ അവരുടെ അതിജീവനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെയോ അവരുടെ കോൺട്രിബ്യൂഷനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ അതൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആയിട്ട് മാറുമ്പോഴാണ് ആവാൻ പാടില്ല. തീർച്ചയായിട്ടും വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആവാൻ പാടില്ല. മറ്റത് ആയമായ ആദർശവാദവുമായ പോയ കാട് എങ്ങനെ പുനഃസ്ഥാപിക്കുമെന്നുള്ളതിനെ കുറിച്ച് മാത്രമാവരുത്. പക്ഷെ ഇതിനൊരു അപകടമുണ്ട്. നമ്മൾ ഇതിനെ ഈ സമൂഹത്തെ മുഴുവൻ BJPയുടെ പാദത്തിൽ അർപ്പിച്ചു കൊടുക്കും. കാരണം BJPക്കും ഒരു അജണ്ടയുണ്ട് ഇവിടെ. ഈ കേരള കോൺഗ്രസുകൾ തകരുമ്പോൾ BJP കൃത്യമായി ശ്രമിക്കും ഈ ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ നിർത്താനായിട്ടും. അവർക്ക് കാടും പ്രശ്നമല്ല, കൃഷിയും പ്രശ്നമല്ല RSSന്. അവർക്ക് മതം മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ജനാധിപത്യ മതനിരക്ഷവാദികൾ അവരെ BJP പാളയത്തിലേക്ക് തള്ളിക്കൊടുക്കാത്ത ഒരു സമീപനത്തിൽ കൂടി അത് കോൺഗ്രസ് വിജയകരമായി ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നോക്കിയിട്ട് അതാണ് കോൺഗ്രസ് വളരെ ഡിപ്ലോമാറ്റിക് ആണ് ഹാൻഡിൽ ചെയ്തത്. അത് PT തുടങ്ങി വെച്ചതാണ്. അദ്ദേഹത്തിന് കംപ്ലീറ്റ് അതെ, താങ്കൾ പറഞ്ഞല്ലോ PT തോമസിന് ഒരു കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവായി തുടരാൻ കഴിയുന്നത് കാണിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും ആദർശാത്മകമായ രാഷ്ട്രീയം സാധ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടൊരു വലിയ ദോഷമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ലല്ലോ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ്, ഞാൻ അവരുടെ മണ്ഡലത്തിലാണ്. അവർ വളരെ വാക്ക് ഓവറാണ് തൃക്കാക്കരയുണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്കൾ പറയുന്നത് പക്ഷെ സമചിത്തമായി പ്രായോഗികമായ ഒരു നിലപാട് കേരള കോൺഗ്രസ് തകരുമ്പോൾ RSS ശക്തിപ്പെടരുത് എന്ന പിടിവാശി മലയാളിക്കുണ്ടാവണം. അതാണ് സർ. അത് അവിടെ അതിനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നമസ്കാരം.